നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്താവളങ്ങൾ വഴി പലതരത്തിലുള്ള കള്ളക്കടത്ത് പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് അരുമ മൃഗങ്ങളുടെ കടത്താണ്. അതായത് പലപ്പോഴും വംശനാശം നേരിടുന്ന മൃഗങ്ങളെ അല്ലെങ്കിൽ പലതരത്തിലുള്ള പാമ്പുകളെ അങ്ങനെ കടത്തുന്നത് ഒരു പതിവാണ്. മക്കാവോ, മാലിയോ തുടങ്ങിയ വിദേശ പക്ഷികൾ മുതൽ നക്ഷത്ര ആമകളെ വരെ ലഗേജിനൊപ്പം പൂട്ടിക്കെട്ടി കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത്തവണ കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത് അപൂർവ ഇനം വേഴാമ്പലിനെയാണ്. കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയാണ് അനധികൃതമായി കടത്താൻ ശ്രമിച്ച അപൂർവ ഇനം വേഴാമ്പലിനെ കസ്റ്റംസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. സംഭവത്തിൽ തായ്ലാന്റിൽ നിന്നെത്തിയ യാത്രക്കാരൻ വിപിൻ പണ്ഡരിക്കലിനെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. വന്യജീവി കടത്ത് തടയുന്നതിനുള്ള നിയമപ്രകാരം ഇയാൾക്കെതിരെ കസ്റ്റംസും വനംവകുപ്പ് കർശന കേസെടുത്തിട്ടുണ്ട്. വിപിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗ് എക്സ്റേ സ്കാനിങ്ങിന് വിധേയമാക്കിയപ്പോൾ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി. തുടർന്ന് ബാഗേജ് തുറന്നപ്പോഴാണ് ശബ്ദം കേട്ട് പക്ഷിയെ കണ്ടെത്തിയത്. കസ്റ്റംസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെത്തി പക്ഷിയെ ഏറ്റെടുത്തു. ഇതിനു മുമ്പ് കുഞ്ഞൻ കുരങ്ങുകളെയാണ്, അതായത് ഈ പോക്കറ്റ് മങ്കി എന്നറിയപ്പെടുന്ന 3 കോമൺ മാർമോസൈറ്റുകളെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. വൈറ്റ് ലിപ്പഡ് ടാമറിൽ 2 എണ്ണം, പിന്നെ ഒരു മക്കാവൂവും. പിന്നാലെ ബാങ്കോക്കിൽ നിന്നെത്തിയ യാത്രക്കാരനെയായിരുന്നു കസ്റ്റംസ് പൊക്കിയത്. കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഇത്തിരി കുഞ്ഞൻ കുരങ്ങ്, അതാണ് മാർമോസൈറ്റ് മങ്കി. ആമസോൺ മഴക്കാടുകളിൽ ജനിച്ച ഇത്തിരി കുഞ്ഞനെ ഇപ്പോൾ പലരും അരുമയായി വളർത്തുന്നുണ്ട്. 3 ലക്ഷം മുതലാണ് ഇവയുടെ വില. 15 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിലിന്റെ വലിപ്പമേ മാർമോസൈറ്റിനുള്ളൂ. വാലിനാകട്ടെ 2 ഇരട്ടി നീളവും. ഇരു ചെവികൾക്കും വെള്ള നിറമാണ്, എന്നാൽ കണ്ടാൽ നല്ല ക്യൂട്ടും. വെള്ളമീശ വെച്ച പോലെയുള്ള ഇതിന്റെ മുഖം, അതുകൊണ്ട് തന്നെയാണ് ആ പേരും. ആമസോൺ കാടുകളിൽ ബ്രസീലും ബൊലീവിയയിലുമാണ് ഇവയുടെ ജനനം. കഷ്ടി 1 അടി മാത്രമാണ് ഇവയുടെ നീളം. ഭാരം 1/2 കിലോയിൽ താഴെ. വനത്തിൽ പരമാവധി 8 വർഷം വരെയാണ് ആയുസ്. റാക്കറ്റ് തന്നെ ഇത്തരം മൃഗങ്ങളുടെ വിൽപ്പനയ്ക്കായി പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്കോക്കിൽ നിന്ന് ഇവ എത്തിച്ച് വൻ തുകയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. ഇത്തരം മൃഗങ്ങൾക്ക് പുറമെ അപൂർവ ഇനം വിദേശ പക്ഷികളുടെ കടത്ത് വ്യാപകമാണ്. തെക്ക് കിഴക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വേഴാമ്പലടക്കം 4 ഇനങ്ങളിൽപ്പെട്ട 14 പക്ഷികളെയാണ് നെടുമ്പാശ്ശേരിയിൽ കഴിഞ്ഞ ഡിസംബറിൽ പിടികൂടിയത്. ബാങ്കോക്കിൽ നിന്നായിരുന്നു അന്നും കടത്ത്. 2 ലക്ഷം വരെ വിലയുള്ള പക്ഷികളെ 75,000 രൂപ പ്രതിഫലനത്തിനായി കടത്തിയെന്നാണ് അന്ന് പിടിയിലായ തിരുവനന്തപുരം സ്വദേശികളുടെ മൊഴി. ഇന്ത്യയിൽ ഇവയെ വളർത്തുന്നത് എത്തിക്കുന്നത് 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരം വിദേശ പക്ഷികളുടെയും മൃഗങ്ങളെയും നിയമവിരുദ്ധമായി വളർത്തുന്ന കേന്ദ്രങ്ങൾ നിരവധിയാണ്. പക്ഷികളെ ആർക്ക് വേണ്ടിയാണ് എത്തിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ കണ്ടെത്താൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്.